ഭൂമി, നമ്മൾ ഈ ഭൂമിക്ക് എത്രയോ ദോഷകരമായിട്ടുള്ള എത്രയോ കാര്യങ്ങൾ നമ്മൾ ഭൂമിയിലേക്ക് ഇടാറുണ്ട്. എന്നാൽ അത് എന്തു തന്നെ ആയാലും അത് കാലപ്പഴക്കം വരുന്തോറും അത് ഭൂമിയിലൂടെ അലിഞ്ഞു ചേരാറുമുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിൽ മനുഷ്യ ശരീരം പോലും ഭൂമിക്കടിയിൽ കുഴിച്ചിടാറുണ്ട്. എന്നാൽ എത്ര തന്നെ ഭൂമിക്കടിയിൽ കുഴിച്ചിട്ടാലും ചില നാളുകൾക്കുള്ളിൽ തന്നെ ആ ശരീരം അഴുകിപ്പോവുകയും അത് മണ്ണോട് ചേരുകയും ചെയ്യും. നമ്മളന്ന് നോക്കാൻ പോകുന്നത് ഏകദേശം 2600 വർഷമായിട്ടും ഭൂമിയോട് അലിഞ്ഞു ചേരാത്ത, അതായത് അവരെ എങ്ങനെയാണോ കുഴിച്ചിട്ട രീതിയിൽ അവരെ കുഴിച്ചിടുമ്പോൾ അവരുടെ ശരീരം ഏത് രീതിയിലായിരുന്നോ ഇന്നും അതേ രീതിയിൽ തന്നെ തുടരുന്ന ഒരു സ്ത്രീയുടെ ശരീരമുണ്ട്. ഏകദേശം 2600 വർഷമായിട്ടും ശരീരം അഴുകാത്ത നിലയിൽ ഇപ്പോഴും ഇരിക്കുന്ന സൈബീരിയൻ ഐസ് പ്രിൻസസ് എന്നറിയപ്പെടുന്ന ഒരു സ്ത്രീയുടെ കഥയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ SL Diaries. നിങ്ങളുടെ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. 1993 റഷ്യയിലുള്ള സൈബീരിയ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഡെസേർട്ടിൽ അവിടെയുള്ള കുറേ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിലെ കുറേ ഓഫീസേഴ്സ് ആയാലും സയന്റിസ്റ്റുകളായാലും ആ സ്ഥലം ഒന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞ് അവിടെ എന്തെങ്കിലും പഴയ പുരാതന വസ്തുക്കൾ എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞ് ആ സ്ഥലത്ത് പരിശോധിക്കുകയും ചെയ്തു. എന്നാൽ ഈ സൈബീരിയയിലെ ഡെസേർട്ട് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള രാജസ്ഥാൻ പോലുള്ള സ്ഥലങ്ങൾ കാണുന്ന മുഴുവനായും മണൽ കൊണ്ട് നിറഞ്ഞ് ഏത് സമയം ചുട്ടുപൊള്ളുന്ന ചൂട് അനുഭവപ്പെടുന്ന ഒരു പ്രദേശമാണ് ഈ നമ്മുടെ നാട്ടിൽ കാണുന്ന ഈ മരുഭൂമിയല്ല. എന്നാൽ ഈ സൈബീരിയ എന്ന സ്ഥലത്തുള്ള മരുഭൂമി എങ്ങനത്തെയാണെന്ന് വെച്ചാൽ അതായത് മഞ്ഞുകൊണ്ട് മൂടിയ രീതിയിലായിരിക്കും. ഈ സൈബീരിയൻ ഡെസേർട്ട് എന്ന് പറയുന്നത് റഷ്യയിലെ ഏറ്റവും തണുപ്പ് കൂടിയ പ്രദേശങ്ങളിൽ ഒന്നാണ് ഈ സൈബീരിയൻ ഡെസേർട്ട് എന്ന് പറയുന്നത്. കുറേ സയന്റിസ്റ്റുകൾ അല്ലെങ്കിൽ കുറേ ആർക്കിയോളജിസ്റ്റുകൾ അവിടെ പോവുകയും ആ സ്ഥലം മൊത്തം പരിശോധിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ അവർ അവിടെ ഒരു കുഴി എടുത്തു കൊടുക്കുന്ന സമയത്ത് അവർക്ക് അവിടെ നിന്ന് ശവപ്പെട്ടി തുറന്നു നോക്കിയപ്പോൾ അവർ കണ്ടത് ഏകദേശം കുറച്ച് നാളുകൾക്ക് മുൻപ് ശവപ്പെട്ടിയിൽ അടക്കി ഇവിടെ വന്ന് കുഴിച്ചിട്ട പോലെ ഒരു സ്ത്രീയുടെ ശരീരവും ഏകദേശം 30ഓളം പ്രായം തോന്നുന്ന ഒരു സ്ത്രീയുടെ ശരീരമായിരുന്നു അത്. ആ ശവപ്പെട്ടി ലഭിച്ച സ്ഥലത്ത് നിന്ന് അതിൻ്റെ ചുറ്റും എല്ലാ പ്രദേശവും അവർ വീണ്ടും കുഴിച്ചു നോക്കുകയും അവിടെ ഈ ഒരു ശവപ്പെട്ടിയുടെ അടുത്ത് തന്നെ ഒരു ചെറിയ കുട്ടിയുടെ അസ്ഥികൂടവും അവിടെ ഉണ്ടായിരുന്ന ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും അവിടെ നിന്ന് കിട്ടിയ അസ്ഥികൂടങ്ങളായാലും ഈ ഒരു സ്ത്രീയുടെ ശരീരം ആ ഒരു ശവപ്പെട്ടി അടക്കമുള്ള എല്ലാ വസ്തുക്കളും എടുത്ത് അവിടെയുള്ള ലാബിലേക്ക് അയച്ചു കൊടുക്കുകയും ആ ലാബിൽ പോയി പരിശോധിച്ച് നോക്കുകയും ചെയ്തു. എന്നാൽ ലാബിൽ നിന്ന് പരിശോധന എല്ലാം കഴിഞ്ഞ് അവസാനം വന്ന റിപ്പോർട്ട് കണ്ട് അവിടെ ഉള്ളവരും ആ ഒരു ബോക്സ് എടുത്ത വ്യക്തികൾ പോലും ആശ്ചര്യപ്പെടുകയാണ് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഏകദേശം 2600 വർഷം മുൻപാണ് ഈ സ്ത്രീ മരണപ്പെട്ടത് എന്നും ആ അസ്ഥികൂടങ്ങളെല്ലാം അത്രയും വർഷം പഴക്കം ചെന്ന അസ്ഥികൂടങ്ങളാണെന്നും അവർ കണ്ടുപിടിച്ചു. അതുമല്ലാതെ ഈ സ്ത്രീയുടെ ശരീരം മൊത്തം പരിശോധിച്ച് നോക്കിയപ്പോൾ ഈ ഒരു സ്ത്രീക്ക് എന്തോ ഒരു മാരകമായിട്ടുള്ള ഒരു അസുഖം ഉണ്ടായിരുന്നു എന്നും ഈ സ്ത്രീ മരണപ്പെട്ടത് കുതിരയിൽ നിന്ന് താഴെ വീണിട്ടാണ് ഈ സ്ത്രീ മരണപ്പെട്ടതെന്നും ഈ ഒരു സ്ത്രീ തനിക്കുള്ള രോഗം കാരണം ആ രോഗത്തിന്റെ വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ ഒരു കഞ്ചാവ് പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു എന്നും ആ ഒരു ശവപ്പെട്ടിയിൽ തന്നെ ആ സ്ത്രീയുടെ അടുത്ത് തന്നെ ഈ ഒരു കഞ്ചാവ് പോലെയുള്ള ഒരു വസ്തുവും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ ഒരു സ്ത്രീയോടൊപ്പം എന്തിനാണ് 4 കുതിരകളായാലും ആ ഒരു കുട്ടിയെയും ഈ ഒരു സ്ത്രീയുടെ അടുത്ത് തന്നെ എന്തിനാണ് കുഴിച്ചിട്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ ചോദിച്ചാൽ ആ കാലഘട്ടത്തിലെല്ലാം മരിച്ച ശേഷം വീണ്ടും പുനർജനിക്കാൻ സാധിക്കുമെന്നൊരു വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ത്രീയുടെ ആത്മാവിന് കൂട്ടുപോകാൻ വേണ്ടി ആ ഒരു ചെറിയൊരു കുട്ടിയെ കൊല്ലുകയും ആ ഒരു കുട്ടിയുടെ തലയിൽ ആരോ വലിയൊരു മരക്കഷ്ണം കൊണ്ട് അടിച്ച് ആ കുട്ടിയെ കൊല്ലുകയാണ് ചെയ്തതെന്നുമാണ് അവർ കണ്ടുപിടിച്ചത്. ആ ഒരു കുട്ടിയെ ഈ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഒപ്പം വെച്ച് കുഴിച്ചു മൂടാൻ വേണ്ടി തന്നെ ഒരു കുട്ടിയെ അവർ കൊല്ലുകയും ഈ ഒരു സ്ത്രീയുടെ അടുത്ത് വെച്ച് തന്നെ കുഴിച്ചിടുകയും ചെയ്തു. അതോടൊപ്പം തന്നെ 4 മുഴു വളർച്ചയായിട്ടുള്ള 4 കുതിരകളെയും കൊല്ലുകയും ആ ഒരു കുതിരകളെയും ഈ ഒരു സ്ത്രീയുടെ ശരീരത്തിന്റെ അടുത്ത് തന്നെ വെച്ച് കുഴിച്ചിടുകയും ചെയ്തിട്ടുണ്ട്. ഇതിനു ശേഷമാണ് റഷ്യയിലായാലും ലോകം മൊത്തമായാലും ഈ ഒരു വിഷയം അറിയപ്പെടുകയും അതിലുള്ള ജനങ്ങൾക്ക് തങ്ങൾ എത്ര പഴക്കം ചെന്നവരാണെന്ന് അറിയുകയും അതായത് ഏകദേശം 2600 വർഷം മുൻപുള്ള സിവിലൈസേഷൻ അവർക്ക് ഉണ്ട് എന്ന് അറിയാൻ സാധിക്കുകയും ചെയ്തു. ഒരു സ്ത്രീയുടെ ശരീരം എങ്ങനെയാണ് 2600 വർഷം കഴിഞ്ഞിട്ടും ഇന്നും എങ്ങനെയാണ് അഴുകാത്ത നിലയിൽ നിലനിൽക്കുന്നത് എന്ന് നിങ്ങൾ ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉണ്ടാവുള്ളൂ.
ആ സ്ത്രീയെ ഒരു രാജകുടുംബത്തിൽ പെട്ടതോ അല്ലെങ്കിൽ ഒരു സമുദായത്തിൽ ഏറ്റവും നല്ല ഉയർന്ന നിലയിൽ നിൽക്കുന്ന ഒരു സ്ത്രീ ആണ് എന്നവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീയെ അടക്കം ചെയ്യുമ്പോൾ ഈ സ്ത്രീ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന സ്വർണങ്ങളായാലും വൈരങ്ങളായാലും വൈഡൂര്യങ്ങളായാലും അമൂല്യമായിട്ടുള്ള പല വസ്തുക്കളും ഈ ഒരു സ്ത്രീയുടെ ആ ഒരു ശവപ്പെട്ടിയിൽ തന്നെ അടക്കം ചെയ്യുകയും ശരീരം മമ്മിഫൈ ചെയ്ത രീതിയിലായിരുന്നു അവർ കുഴിച്ചിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്ത്രീ ഉപയോഗിച്ചതും ഈ സ്ത്രീക്ക് ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ള എല്ലാ അമൂല്യമായ വസ്തുക്കളും ഈ ഒരു സ്ത്രീയുടെ ശരീരത്തിലൊപ്പം തന്നെ അവർ കുഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ സ്ത്രീ മരണപ്പെട്ടിട്ടില്ലെങ്കിൽ ആ സ്ത്രീയെ കുഴിച്ചിട്ടതിന് ശേഷം ഏതൊരു കള്ളൻ ഈ ഒരു അടിയിൽ കൂടെ ഓട്ടയുണ്ടാക്കി വരികയും ഈ കോഫിൻ ഓപ്പൺ ചെയ്യുകയും ഉള്ളിലേക്ക് പോയി അതിലുള്ള എല്ലാ അമൂല്യമായ വസ്തുക്കളും എടുത്തുകൊണ്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ഒരു എടുത്തുകൊണ്ടുപോയി കള്ളൻ ആ ഒരു ശവപ്പെട്ടി ഉള്ളിൽ നിന്ന് ശരിയായ രീതിയിൽ മൂടാത്ത കാരണം കൊണ്ട് തന്നെ ശേഷം തന്നെ അധികമായി മഞ്ഞ് പെയ്യുകയും ഈ ഒരു ഓട്ടയിലൂടെ ഈ മഞ്ഞ് മൊത്തം ഉള്ളിലേക്ക് ഇറങ്ങുകയും അതോടൊപ്പം ഈ ഒരു സ്ത്രീയുടെ ആ ഒരു ശവപ്പെട്ടിക്കുള്ളിലും ഐസ് ഉള്ളിലേക്ക് പോവുകയും ഈ ഒരു സ്ത്രീയുടെ ശരീരം മുഴുവനായും ഐസ് കൊണ്ട് മൂടിയ രീതിയിലായിരുന്നു നിലനിന്നുകൊടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഏകദേശം 2500 വർഷമായിട്ടും ഈ ഒരു സ്ത്രീയുടെ ശരീരം ഇത്രയും വർഷം ഒരു കേടുപാടുമില്ലാത്ത രീതിയിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്നാൽ ഇതിനു ശേഷം റഷ്യൻ ഗവൺമെന്റ് ആയാലും അവിടെയുള്ള ജനങ്ങളായാലും ഈ ഒരു സ്ത്രീയുടെ ശരീരം പൊക്കിഷം പോലെ കാക്കണമെന്ന് പറഞ്ഞ് ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ അവരുടെ ശരീരം അവർ ഇപ്പോഴും പൊക്കിഷം പോലെ കാത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അന്ന് തൊട്ട് ഈ ഒരു സ്ത്രീയെ ആ നാട്ടിൽ അറിയപ്പെടുന്നത് സൈബീരിയൻ ഐസ് പ്രിൻസസ് എന്നാണ്. ഒരു കള്ളൻ വെറും ഒരു കുറച്ച് സ്വർണത്തിന് വേണ്ടി അല്ലെങ്കിൽ കുറച്ച് വസ്തുക്കൾക്ക് വേണ്ടി ചെയ്തൊരു കാര്യം കൊണ്ട് തന്നെ ഒരു നാട്ടിൻ്റെ പഴയ ഹിസ്റ്ററിയാണ് അല്ലെങ്കിൽ പഴയ ഒരു ചരിത്രമാണ് അവരുടെ മുന്നിൽ വെളിപ്പെട്ടത്. ഇപ്പം നമ്മളത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഋഷിമാരായാലും മുനിവര്യന്മാരായാലും പല രാജാക്കന്മാരായാലും നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നിട്ടുള്ള പല ആചാരങ്ങളായാലും അനുഷ്ഠാനങ്ങളായാലും നമ്മളെല്ലാവരും മറക്കുകയും പുതിയ പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി വരുന്ന ജനറേഷനുകൾക്ക് ഹിസ്റ്ററി ബുക്കിലുള്ള സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കുന്നതോടൊപ്പം നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന അതായത് നമ്മുടെ സ്വന്തം ഹിസ്റ്ററിയും കൂടെ ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ മറക്കാതെ പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അടുത്തിടാൻ പോകുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും.